ഹായ്. സ്കിന്നിനെ ബാധിക്കുന്ന ഏതൊരു രോഗാവസ്ഥയും ആളുകളെ വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൻ്റെ കൂടെ ചൊറിച്ചിലും കൂടി ആയാലോ പിന്നെ പറയും വേണ്ട. പേഷ്യൻസിനെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സോറിയാസിസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സോറിയാസിസിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യമായി എന്താണ് സോറിയാസിസ് എന്ന് നമുക്ക് നോക്കാം. ശരീരത്തിൽ പുറമേ നിന്നുള്ള അണുബാധയെ അല്ലെങ്കിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസിനെ തടയാനായിട്ട് നമ്മുടെ ശരീരത്തിൽ കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ വന്ന് സ്കിന്നിൽ അടിയുന്ന ഒരു അവസ്ഥയാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. അതായത് സോറിയാസിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൽ സോറിയാസിസ് മാത്രമല്ല മറ്റു അസുഖങ്ങൾ കൂടിയുണ്ട്. അതായത് ആമവാദം, ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ്, അതുകൂടാതെ തന്നെ IBS, ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിൽ വരുന്നവയാണ്. സോറിയാസിസ് ഉള്ള ആളുകളുടെ സ്കിന്നിൽ കെരാറ്റിനോസൈറ്റ് സ്റ്റെം സെൽസ് കാണപ്പെടാറുണ്ട്. ഇതിൻ്റെ അളവ് ശരീരത്തിൽ ക്രമേണ കൂടുന്നു. അതിനോടൊപ്പം തന്നെ ഇത് ശരീരത്തിൽ അടിഞ്ഞുകൂടി ചുവന്ന നിറത്തിൽ അല്ലെങ്കിൽ ചിതമ്പൽ പോലെ വെള്ള നിറത്തിൽ ശരീരത്തിൽ കാണപ്പെടുന്നു. അതുകൂടാതെ തന്നെ ശരീരത്തിൽ ചില വിള്ളലുകളും അമിതമായ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് മൂലം രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ സോറിയാസിസ് ഉള്ള ആളുകളുടെ ശരീരം വളരെയധികം ഡ്രൈ ആയിരിക്കും. അതായത് ചില വിള്ളലുകളും കാര്യങ്ങളും കാണപ്പെടാറുണ്ട്. ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്താണ് സോറിയാസിസ് കാണപ്പെടുന്നത് എന്ന് നോക്കാം. തലയൊട്ടി, അതുകൂടാതെ തന്നെ കൈമുട്ട്, കാൽമുട്ട്, കൈയിൻ്റെ പുറകുവശം, അതുകൂടാതെ തന്നെ സ്വകാര്യ ഭാഗങ്ങൾ, ഈ സ്ഥലങ്ങളിലൊക്കെ സോറിയാസിസ് പൊതുവെ കാണപ്പെടാറുണ്ട്. തലയോട്ടിയിൽ സാധാരണ സോറിയാസിസ് കാണപ്പെടുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അതായത് താരനാണെന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ചെവിയുടെ 2 സൈഡുകളിലായിട്ട് സോറിയാസിസ് കാണപ്പെടാറുണ്ട്. ചെവിയുടെ ഹെയർ ലൈൻ ഭാഗങ്ങളിലായിട്ട് സോറിയാസിസ് കാണപ്പെടാറുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് സോറിയാസിസ് പൊതുവായിട്ട് കാണപ്പെടുന്നത്. സോറിയാസിസ് നഖങ്ങളെയും ബാധിക്കാറുണ്ട്. നഖങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നഖങ്ങളിൽ കുറച്ച് പ്രത്യേക മാറ്റങ്ങൾ വരാറുണ്ട്. നഖങ്ങളിൽ കുഴികൾ കാണപ്പെടാം. അതേപോലെ നഖം കട്ടിയുള്ളതായി മാറാം. അതുകൂടാതെ തന്നെ നഖം പെട്ടെന്ന് പൊട്ടിപ്പോവാം. നഖത്തിൻ്റെ നിറത്തിൽ വ്യത്യാസം കാണാം. ഇത് നഖത്തിനെ കൂടി ബാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സോറിയാസിസ് വരുന്നത് എന്ന് നോക്കാം. അതിന് ചില പ്രത്യേക ഘടകങ്ങളുണ്ട്. അതുമൂലം നമുക്ക് സോറിയാസിസ് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേറ്റീവ്സ്, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ സോറിയാസിസ് എന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് മറ്റുള്ളവർക്ക് പകരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഇതിന് കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് അതിന് അമിതവണ്ണം, അതുകൂടാതെ തന്നെ മദ്യപാനം, പുകവലി, എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരിക, അതേപോലെ കാലാവസ്ഥ വ്യതിയാനം, ഇതൊക്കെ ഇതിനെ ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. സോറിയാസിസ് ഉണ്ടാക്കാവുന്നതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. സോറിയാസിസ് തൊലിപ്പുറത്ത് കൂടാതെ തന്നെ സന്ധികളെയും ബാധിക്കാറുണ്ട്. സന്ധികളെ ബാധിക്കുന്ന സോറിയാസിസിനെ പറയുന്ന പേരാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ള ആളുകൾക്ക് എല്ലാ ജോയിൻസും വളരെയധികം വേദനയും അതേപോലെ ജോയിൻസിലെല്ലാം നീരും ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ ഈ ജോയിൻസിൽ നമ്മളെ വിരലുകളിലൊക്കെ ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വിരലൊക്കെ മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ വിരലുകളുടെ ഷേപ്പൊക്കെ ചേഞ്ചായി വരും. ഇതാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. സോറിയാസിസ് ഒരു 5 പേർക്ക് ഉണ്ടെങ്കിൽ അതിൽ 1-2 ആൾക്കാർക്ക് മാത്രമാണ് ഈ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാറുള്ളത് സാധാരണയായിട്ട്. അതേപോലെ ഒരു 80% ആളുകൾക്ക് ആദ്യം സോറിയാസിസ് വന്നതിന് ശേഷമാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് വരിക. ഒരു 20% ഉള്ള ആളുകൾക്ക് ആദ്യം സോറിയാറ്റിക് ആർത്രൈറ്റിസ് വന്നതിന് ശേഷമായിരിക്കും സോറിയാസിസ് വരിക. ഡിപ്പെൻസ് ഓരോ ആളുകളുടെ ശരീരപ്രകൃതി അനുസരിച്ച്. പിന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഈ സോറിയാസിസ് എന്ന ഒരു കണ്ടീഷൻ പകരോ എന്നുള്ള ഒരു സംശയം എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്. സോറിയാസിസ് എന്ന അസുഖം ഒരിക്കലും പകരുന്ന അസുഖമല്ല. ഇതൊരു ക്രോണിക് ഡിസീസ്, അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. പൊതുവേ നമ്മളെടുത്ത് വരുന്ന പേഷ്യൻസ് പറയാറുണ്ട്
ഡോക്ടറെ, എനിക്ക് സോറിയാസിസ് ആയ കാരണം തന്നെ എനിക്ക് ക്രൗഡിനെ ഫേസ് ചെയ്യാൻ, അതായത് ആളുകളെ ഫേസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ എൻ്റെ കയ്യിലേക്ക് നോക്കുമ്പോഴോ അല്ലെങ്കിൽ മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെ ഈ സോറിയാസിസിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എന്നൊക്കെ. അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം മാനസിക സമ്മർദ്ദവും, ചില ആളുകൾ ഡിപ്രഷൻ എന്ന കണ്ടീഷൻ വരേക്കും പോകാറുണ്ട്. ഈ അസുഖം നമ്മൾക്ക് മരുന്നുകൾ വഴി കൺട്രോൾ ചെയ്യേണ്ടി വരും. പതിയെയാണ് നമുക്ക്, കാരണം ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖം ആയതുകൊണ്ട് നമുക്ക് പതിയെയാണ് മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഹോമിയോപ്പതിയിൽ ഇതിന് ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. നിങ്ങൾ മരുന്നുകൾ എടുക്കുന്നത് കൂടാതെ ചില ഭക്ഷണങ്ങൾ കൂടി ക്രമീകരിക്കുകയാണെങ്കിൽ, ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സോറിയാസിസ് എന്ന കണ്ടീഷൻ ഒന്നുകൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഗട്ട് ഹെൽത്ത് എന്ന് പറയും. ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കുടലുണ്ട്. ആ കുടലിൽ ഒരുപാട് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയ, നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. ഈ ബാക്ടീരിയകൾ ഒരുപാട് വർദ്ധിക്കുന്നത് മൂലം നമ്മളുടെ കുടലിൽ വ്യത്യാസങ്ങൾ രൂപപ്പെടുകയും അത് നമ്മുടെ ശരീരത്തിലെ സ്കിൻ പ്രോബ്ലംസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളെ ഗട്ട് ഹെൽത്ത് എപ്പോഴും നമ്മളെ ഹെൽത്തി ആക്കി വെക്കുക. അത് മുഖാന്തരം നമുക്ക് സോറിയാസിസ് എന്ന കണ്ടീഷൻ അല്ലെങ്കിൽ ഏത് ത്വക്ക് രോഗങ്ങളെ ആണെങ്കിൽ പോലും നമുക്ക് തടയാൻ സാധിക്കും. ഏതൊക്കെ ഭക്ഷണ രീതികളാണ് സോറിയാസിസ് ഉള്ള ബാധിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഹോട്ട് ഡോഗ്, സോസേജ്, ക്യാൻഡി മീറ്റ്, ഇതൊക്കെ ഒഴിവാക്കുക. അതുകൂടാതെ തന്നെ ചില ആളുകൾക്ക് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡ് അലർജി ആയിരിക്കും. ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡുകളാണ് ഒന്ന് മൈദ, അതേപോലെ ഗോതമ്പ്, പാസ്ത, നൂഡിൽസ് എന്നിവ ഒഴിവാക്കുക. ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അതായത് സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരിക. അതേപോലെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ്, ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചിലർ കഴിക്കും. അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. ചില ആളുകൾക്ക് പാലും പാൽ ഉൽപ്പന്നങ്ങളും വളരെയധികം അലർജി ഉണ്ടാക്കും, ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് അത് നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം എഫക്റ്റാണ്, അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കുക. അതേപോലെ നമ്മൾ ഭക്ഷണത്തിൽ ഒരുപാട് പച്ചക്കറികളും പ്രോട്ടീനായിട്ടുള്ള ഫുഡ്സ്, പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ ഒരുപാട് ഉൾപ്പെടുത്തുക. സോറിയാസിസ് ഉള്ള ആളുകൾക്ക് വൈറ്റമിൻ ഡിയുടെ അളവ് നന്നായിട്ട് ആവശ്യമാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരാവിലെ എണീറ്റ് രാവിലത്തെ വെയിൽ ഒന്ന് കൊള്ളുക. എപ്പോഴും രാവിലത്തെ വെയിലൊന്ന് കൊള്ളുന്നത് വളരെയധികം നല്ലതാണ്. അതേപോലെ ചെറിയ മീനുകൾ, പിന്നെ ഫ്ലെക്സ് സീഡ്സ്, ഒലീവ് ഓയിൽ, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പ്രോബയോട്ടിക്സ്, വീട്ടിലുണ്ടാക്കുന്ന തൈരൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ എപ്പോഴും ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. സോറിയാസിസ് പോലുള്ള ത്വക്ക് രോഗങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള ഭക്ഷണക്രമങ്ങൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള പൊട്ടൻസികൾ മുഖാന്തരമാണ് ഇവിടെ ചികിത്സാ രീതികൾ നടത്തി വരുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും യൂറോപ്യൻ സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടെയാണ് ഇവിടെ രോഗനിർണയവും നടത്തുന്നത്. സോറിയാസിസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.